വിഴിഞ്ഞത്ത് CPIM പ്രാദേശിക നേതാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറിയായ സ്റ്റാൻലിയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യാപാരി വ്യവസായി സമിതി മുൻ ജില്ലാ സെക്രട്ടറിയാണ് സ്റ്റാൻലി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളിയാണ് ചേരുന്നത്. മേഘന, മരിച്ച നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തുന്നു. എന്താണ് മരണകാരണമെന്നതിൽ വ്യക്തതയായിട്ടുണ്ടോ? ക്രിസ്റ്റീന, വിഴിഞ്ഞത്തെ പ്രാദേശിക നേതാവ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, അതുപോലെ തന്നെ വ്യാപാരി സമിതി ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള പൊതുപ്രവർത്തകനാണ് സ്റ്റാൻലിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് തൊട്ടടുത്തുള്ള ശ്രീദീപം ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ആത്മഹത്യ ചെയ്ത നിലയിലായിരുന്നു റൂമിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഇപ്പോൾ ഈ പ്രദേശവാസികളടക്കം, വിഴിഞ്ഞത്തെ അടക്കം പ്രദേശവാസികൾ ഈ ഒരു സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് എന്താണ് ഈ ആത്മഹത്യക്ക് കാരണമെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല എന്നുള്ളതാണ്. കാരണം ഈ കഴിഞ്ഞ 3 ദിവസമായി ഈ ലോഡ്ജിലായിരുന്നു സ്റ്റാൻലി താമസിക്കുന്നത്. 3 ദിവസമായി ഈ ലോഡ്ജിലാണ് താമസം. ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞാണ് വിഴിഞ്ഞത്തെ വീട്ടിൽ നിന്ന് സ്റ്റാൻലി ഇറങ്ങുകയും ചെയ്യുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെയാണ് മരിച്ച നിലയിൽ ഈ ഒരു ലോഡ്ജിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ എന്താണ് ആത്മഹത്യക്ക് കാരണമെന്നുള്ളത് ഈ വിഴിഞ്ഞത്തെ പ്രദേശവാസികൾക്കോ സ്റ്റാൻലിയെ അടുത്തറിയുന്നവർക്കോ പോലും അറിയില്ല എന്നുള്ളത് പറയുന്നു. എന്തായാലും ഇവിടെ നിന്ന് ഇവർ പറയുന്നത് ജനകീയനായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു സ്റ്റാൻലി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ലോഡ്ജിൽ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. അതിനുശേഷമായിരിക്കും കുടുംബത്തിന് വിട്ടു നൽകുക. എന്തായാലും പൊതുപ്രവർത്തകൻ, അത് ജനകീയനായ പൊതുപ്രവർത്തകനാണ്, വ്യാപാരി വ്യവസായി സമിതിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. അതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതടക്കം ഇപ്പോൾ പോലീസ് സ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തു നിന്നും വ്യക്തമായിട്ടില്ല. എന്തായാലും ഇതിൽ പ്രദേശവാസികൾ പറയുന്നത് നാട്ടിലെ പ്രാദേശികമായി വളരെ ആക്റ്റീവായിട്ടുള്ള ജനകീയനായിട്ടുള്ള ഒരു നേതാവായിരുന്നു സ്റ്റാൻലി എന്നുള്ളതാണ്. എന്തായാലും പോലീസ് അന്വേഷണം തുടരുകയാണ്. ഇപ്പോഴും മൃതദേഹം ഈ ലോഡ്ജിലാണുള്ളത്. അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റും. ശരി, വിവരങ്ങളുമായി ചേരുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.